ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ അവസാനം വരെ കാണണേ. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളക്, 5-8 വറ്റൽമുളക്, 2 ഏലക്ക, 2 വലിയ കഷ്ണം കറുവാപ്പട്ട, 3-4 ഗ്രാമ്പൂ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. വേറൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇങ്ങനെ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വറ്റിയെടുക്കണത്. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങും. അതിനുശേഷം മൂടി തുറന്ന് വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിനകത്ത് കിടന്ന് ഫ്രൈ ആവണം. നമുക്ക് ഇതേ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് ചിക്കൻ അവിടെ കിടന്ന് ഷാലോ ഫ്രൈ ആയി വന്നോളും. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിന് ശേഷം അതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സവാള നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. എല്ലാവർക്കും അറിയാമല്ലോ. സവോള നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവോള വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രം മതി. ഞാൻ മറ്റ് നമ്മുടെ സ്പൈസസ് അല്ലാതെ വേറെ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇടയ്ക്ക് ചിക്കൻ്റെ കാര്യം മറന്നു പോയല്ലേ. ചിക്കൻ അപ്പുറത്തിരുന്ന് റെഡി ആവുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസിൻ്റെ പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൈസസ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് സോയാ സോസും അതേപോലെ കുറച്ച് ചില്ലി സോസും അതേപോലെ ഒരു ലേശം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേശം എന്നൊക്കെ പറഞ്ഞത് അതൊരു അളവ് പറയാൻ മാത്രമുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ എടുത്താൽ മതി, എടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമുക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. തക്കാളീൻ്റെ ആ പച്ചമണം എല്ലാം മാറി വരണം. മസാലയൊക്കെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുത്ത മിക്സ് ഇനി നമ്മുടെ ചിക്കൻ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മൊരിഞ്ഞൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ചേർക്കണ്ട. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി 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 ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ ഇളക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി വിതറിയെടുത്ത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.